നമ്മുടെ നാട്ടിലെ പുതിയ ഒരു രീതിയാണ് ക്ഷേത്രങ്ങളിലും ചർച്ചുകളിലുമുള്ള ഇഫ്താർ വിരുന്നുകൾ, അതുപോലെ നബിദിനത്തിന്റെ റാലികൾ. എന്തിനാണ്? ഇതാണ് മതേതരത്വം എന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ. നമ്മൾ കറകളഞ്ഞ മതേതരന്മാരാണ്. അതുകൊണ്ട് അന്യമതസ്ഥരുടെ എല്ലാ രൂപത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമ്മളും അതിനകത്ത് പങ്കുചേരും. നമ്മളുടെ സഹിഷ്ണുത എന്താണ് എന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ക്ഷേത്രത്തിനകത്ത് വെച്ച് എന്തൊക്കെ ചെയ്യാമോ ഇവർ അതെല്ലാം ചെയ്യും. പക്ഷേ തിരിച്ചൊന്ന് പ്രതീക്ഷിച്ചു നോക്കിക്കേ, ഒന്നും വേണ്ട, മസ്ജിദിലേക്ക് നിങ്ങളൊന്ന് കാലെടുത്തു വെച്ചാൽ അപ്പോൾ വരും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ള ഒരു സംഘം നിങ്ങളെ എതിർക്കാൻ. ഇത് ഞങ്ങളുടെ പുണ്യഭൂമിയാണ്, നിങ്ങളൊന്നും ഇതിനകത്ത് കാല് കുത്തി ഇത് അശ്ലീകരമാക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് വരും. എത്ര വന്നാലും പഠിക്കാത്ത ഒരു വിഭാഗത്തെ നമുക്കിനൊന്നും പറയാനില്ല. കാരണം ഇനിയും നേരം വെളുക്കില്ല എന്ന് നിർബന്ധിച്ച നമ്മൾ എന്ത് ചെയ്യും? ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്ന്, റമലാൻ സംഗമം, റമലാൻ പ്രഭാഷണങ്ങൾ എന്തിനാണ്? വൈറലാകാൻ. ആ ക്ഷേത്രത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാൻ ഒരു നമസ്കാരപ്പായം ഇരിക്കുന്നു. മതസൗഹാർദ്ദം തെളിയിക്കാൻ. മതസൗഹാർദ്ദമല്ല സുഹൃത്തുക്കളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആവശ്യം, മാനവ സൗഹാർദ്ദമാണ്. നമ്മളല്ലേ ജീവിച്ചിരിക്കുന്നവർ, നമുക്കല്ലേ ഈ ഭൂമിയോട് ഇനിയും ഒരുപാട് കടപ്പാടുകൾ ഉള്ളത്, സഹജീവികളോട് കടപ്പാടുകൾ ഉള്ളത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കിടയിലുള്ള മതത്തിന്റെ വേലിക്കെട്ടുകളാണ് പൊളിയേണ്ടത്. അല്ലാതെ ഏതോ കാലഘട്ടത്തിൽ എഴുതി പിടിപ്പിക്കപ്പെട്ട മതഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളാകാനല്ല നമ്മൾ വിധിക്കപ്പെടേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, ആ ഗ്രന്ഥത്തിന്റെ കുത്തിലും കോമയിലും അഭിരമിച്ച് ജീവിക്കുന്ന ഒരു മതവിഭാഗമാണ് ഇന്നുള്ളത്. ഞാനൊരു വീഡിയോ ദൃശ്യം കാണിച്ചു തരാം. ഒന്നാമത്, അമ്പലത്തിൽ ബാങ്ക് വിളിക്കുന്നു, അമ്പലത്തിൽ തന്നെ ഒരു ഇഫ്താർ വിരുന്നും ഒരുക്കുന്നു. നോക്കിക്കോ. ഈ ബാങ്ക് വിളി ഉയരുന്നത് ക്ഷേത്രമുറ്റത്ത് നിന്ന്. തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ടമാണ്. റമദാൻ വ്രതക്കാലവും കളിയാട്ടക്കാവിൽ ഇഫ്താർ സംഗമം നടത്താമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. അങ്ങനെ വിഭവങ്ങൾ നിരന്നു, വിരുന്നുകാർ വന്നു. നോമ്പുതുറ, കെങ്കേമം. പള്ളിക്കര കേടമംഗലം കഴകം പെരുങ്കളിയാട്ടക്കാവിലും ഇഫ്താർ സംഗമം. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നോമ്പുതുറക്കെത്തി. അതായത് നമസ്കാര പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ചെണ്ടയുമായി അമ്പല കമ്മിറ്റിക്കാർ കയറിയപ്പോൾ ഈ മണ്ണ്, അതായത് പള്ളി പരിസരം പോലും ഞങ്ങൾക്ക് പരിശുദ്ധമായ പള്ളിയാണ്, നിങ്ങൾ ഇതിനകത്ത് കയറി പൂണ്ട് വിളയാടേണ്ടവരല്ല, അത് നിങ്ങളുടെ ക്ഷേത്രത്തിൽ മതി, ഇവിടെ വേണ്ടാന്ന്. 2-3 കമന്റുകൾ കണ്ടിരുന്നു. കോമഡി. 6 മാസം മുമ്പ് ചെണ്ടക്കാര് പള്ളിയിൽ കയറി ഇരുന്ന സമയത്ത് എഴുന്നേൽപ്പിച്ചു വിട്ടതാണ് മതേതര കേരളം, അതെത്ര സുന്ദരം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരു കമന്റ് കൂടിയുണ്ട്. അതെ, നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്ക് ഹറാമുമുണ്ട് ഹലാലുമുണ്ട്. പള്ളിയിൽ കയറിയ ഹിന്ദുക്കളെ മുസ്ലിം സ്ത്രീകൾ കണ്ടം വഴി അടിച്ചോടിക്കുന്നു. അവർ പ്രാണരക്ഷാർത്ഥം ഇരച്ച് കയറി ഓടുന്നു. അതേപോലും ക്ഷേത്രത്തിലോ ഇവർ നിർഭയരാണ്. ഇവരെ ആരും അടിച്ചോടിക്കില്ല, ആരും ഇവരെ തെറിയും പിടിക്കില്ല. ഇഫ്താറിന് നോമ്പു തുറയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി. എന്തിനാണ്? ഞങ്ങൾ മതേതരന്മാരാണ് എന്ന് തെളിയിക്കാൻ. നമ്മൾ ഇങ്ങനെ തെളിയിക്കാൻ നടക്കും തോറും ജീവിതകാലം മുഴുവനും അതും ഇതും മറ്റേതും തെളിയിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. മറിച്ച്
പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയല്ലേ? അതല്ലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതി. കടയ്ക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രശസ്തമായ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന കലാപരിപാടികളിലൂടെ വിശ്വാസികളെ പരിഹസിക്കുന്ന CPM നിലപാടിൽ വലിയ രൂപത്തിൽ പ്രതിഷേധമുയരുന്നുണ്ട്. എന്നാൽ വിശ്വാസികളുടെ പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ വീണ്ടും അത്തരം നിലപാടുകൾ ആവർത്തിക്കും എന്ന ഭീഷണികളാണ് CPMന്റേത്. പോരാളി ഷാജി എന്ന CPM സൈബർ ഗ്രൂപ്പ് PP ദിവ്യയുടെ ചിത്രത്തിനോടൊപ്പം നൽകിയിരിക്കുന്ന പോസ്റ്റിലാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കും എന്ന വെല്ലുവിളിയുള്ളത്. ക്ഷേത്ര വളപ്പിൽ തന്നെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കളിച്ചത്. ക്ഷേത്രങ്ങളിൽ തന്നെയാണ് സാംബശിവന്റെ 20-ാം നൂറ്റാണ്ടും ചെറുകാടിന്റെ നമ്മളൊന്നും പാട്ട ബാക്കിയും അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ഇന്നലകളുടെ ചരിത്രം അതാണ്, നാളെയും അത് തുടരും എന്നാണ് CPMന്റെ വെല്ലുവിളി. അതേസമയം ഇതിന് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് യുവ BJP നേതാവ് യുവരാജ് ഗോകുൽ. പള്ളി വളപ്പുകളൊന്നും നിങ്ങളുടെ തോന്നിവാസത്തിന് കെട്ടിയുണ്ടാക്കിയതല്ല, ഇത് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ക്ഷേത്ര വളപ്പുകളിൽ പണ്ടേ പോലെ തോന്നിവാസം ഇനിയും നടത്താം എന്ന് സഖാത്തി കരുതണ്ട. പണ്ടത്തെ പോലെ നിങ്ങൾ മസിൽ പവറും അധികാരവും ഗുണ്ടായുസവും കൊണ്ട് ക്ഷേത്രവളപ്പ് കയ്യേറാൻ വരുമ്പോൾ മിണ്ടാതെ ഉരിയാടാതെ തല താഴ്ത്തി മടങ്ങുന്ന ഗതികേടിലല്ല ഹിന്ദു സമൂഹം. വല്ല കണ്ടം വഴിയും ഓടിക്കോണം എന്നാണ് യുവരാജ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ എന്തുമാകാം, പക്ഷേ മുസ്ലിം പള്ളികളിലേക്ക് അടുക്കാൻ പറ്റില്ല. അത് ഞമ്മന്റെ ഹലാൽ കേന്ദ്രങ്ങളാണ്. നമ്മുടെ ആരാധനകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, അത് നമുക്ക് പവിത്രമാണ്, അത് സംരക്ഷിക്കപ്പെടണം. പക്ഷെ ആരാന്റെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് കയറി നമുക്ക് ഏത് രൂപത്തിലുള്ള കസർത്തും നടത്താം. മര്യാദയ്ക്ക് നിങ്ങൾ മതേതരത്വം തെളിയിക്കാൻ അത് ഞങ്ങൾക്ക് അനുവദിച്ച് കൊള്ളാം. അതേപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദില്ലിയിലെ കേരള ഹൗസിൽ ഒരു ഇഫ്താർ വിരുന്ന് നടത്തി. കേരള ഹൗസിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ വിരുന്ന് നടത്തിയത്. മതപരമായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും കേരള ഹൗസിൽ നടക്കാറില്ല. വിഷു, ക്രിസ്തുമസ്, ഓണം തുടങ്ങിയ ആഘോഷങ്ങളും ഇനി മുതൽ കേരള ഹൗസിൽ നടത്തണമെന്ന ആവശ്യവുമായി വിവിധ ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. കേരള ഹൗസ് അധികാരികളുടെ ഇഫ്താർ വിരുന്ന് നടത്തിയ നടപടിയെ വിമർശിച്ച ഹൈക്കോടതി അഭിഭാഷകൻ കൃഷ്ണരാജ് സാർ രംഗത്ത് വന്നു. മതേതരം എന്നും ദില്ലി കേരള ഹൗസിൽ ഇഫ്താർ നടത്തിയെന്നും അദ്ദേഹം കുറിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മതചടങ്ങ് കേരള ഹൗസിൽ നടക്കുന്നത്. ഇനി ചെറിയൊരു നിസ്കാര പള്ളിയും കൂടി ഉടൻ തുടങ്ങുന്നതായിരിക്കും എന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കുറിച്ചു. കോൺഫറൻസ് ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ MP-മാരായ V ശിവദാസൻ, PP സുനീർ, സന്തോഷ് കുമാർ, കേരള ഹൗസ് കൺട്രോളർ AS ഹരികുമാർ, ഓഫീസർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ എന്നിവരും ഇഫ്താറിലെത്തിയിരുന്നു. ദില്ലിയിലെ കേരള ഹൗസ് പൂർണ്ണമായും കേരള സർക്കാർ സ്ഥാപനമാണ്. ദില്ലിയിലെ കേരളത്തിന്റെ ഭരണ കേന്ദ്രം കൂടിയാണ് കേരള ഹൗസ്. ഇഫ്താർ വിരുന്ന് നടത്തിയതും സംസ്ഥാന ഖജനാവിലെ പണം ഉപയോഗിച്ചാണ്. ഡൽഹി കേരള ഹൗസിൽ മത ആചാരങ്ങളോടുകൂടി ഇഫ്താർ വിരുന്ന് നടത്തിയതിന്റെ പ്രതികരണവുമായി ഡോക്ടർ ഭാർഗവ റാം സ്വാമി രംഗത്ത് വന്നു. കേരള ഹൗസിൽ ഒരു മത ആചാര ചടങ്ങ് ഇതാദ്യം എന്നും ടൂറിസം വാരാഘോഷം സ്റ്റൈലിൽ ഓണം സീസണിൽ കലാപരിപാടികളും ഫിലിം ഫെസ്റ്റിവലും സദ്യയും ഒക്കെ ഒരുക്കാറുണ്ടെങ്കിലും മതചടങ്ങുകളൊന്നും നടത്താറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓണവുമായി ബന്ധപ്പെട്ട മതപരമായ ചടങ്ങുകൾക്ക് എല്ലാം അയിത്തം പ്രഖ്യാപിച്ച കേരള ഹൗസിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മതചടങ്ങ് സംഘടിപ്പിക്കപ്പെടുന്നത്. കേരള ഹൗസ് കോൺഫറൻസ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നും ഭാർഗവ റാം സ്വാമി എഴുതുന്നു.